ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ദേ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. ഇന്ന് എന്റെ ഏട്ടന്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് സൺഡേയും കൂടിയാണ് കേട്ടോ. അപ്പൊ എല്ലാരും ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ദേ ചെറുതും എണീറ്റിട്ടുണ്ട് കേട്ടോ. ബാക്കി ആരും എണീറ്റിട്ടില്ല, അവര് രണ്ടുപേരും ഉറങ്ങുകയാണ്. അപ്പൊ ദേ ഇപ്പൊ ഒരു 7 മണി ആവാറായിട്ടുണ്ട്. അപ്പൊ ദേ ഞങ്ങൾ എണീറ്റിട്ടുണ്ട്. വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. അതായത് ഞങ്ങളെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല, കുഞ്ഞുങ്ങളുടെ മാത്രമേ ഞങ്ങൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറുള്ളൂ കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്യാറുള്ളൂ. ഇന്നിപ്പോൾ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പ്ലാനിങ് ഒന്നുമില്ല, അപ്പം തോന്നുന്നത് പോലെ എന്താ ചെയ്യും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതേ അച്ഛൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ അവൾ വിഷ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. ഏട്ടൻ നല്ല ഉറക്കത്തിലാണ്. ഹാപ്പി ബർത്ത്ഡേ അച്ഛ റൂം കൊടുത്ത് മാഗിയോ? ഒന്ന് മാഗിയോ വേണ്ട? ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിയാണേ. അപ്പോൾ ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് കറിയും കൂടി, മുട്ടക്കറി ആയിരിക്കും മിക്കവാറും ഉണ്ടാക്കുക. അപ്പം അതും കൂടി ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഇനി അടുക്കളയിലെ അംഗത്തിലേക്ക് പോവാം. കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, പുറത്തേക്ക് പോകാനായിട്ട്. ബേബി നടക്ക്, നടന്നോടാ. എന്താ നടക്ക്, പോ. എന്താ പ്രശ്നം? നടക്ക്. പക്ഷെ വീഡിയോ എടുക്കുമ്പോ അവനെ എന്റെ കാലിലോട്ടേക്ക് വരാന്നേ. അമ്മേ എവിടേക്കാ? ഞങ്ങളുടെ വർക്ക് ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ വർക്ക് ഏരിയയിൽ നിറയെ ഡ്രസ്സുകളാണ്. ഡ്രസ്സൊന്നും ഉണങ്ങുന്നില്ല കേട്ടോ, മഴ ആയതുകൊണ്ടേ. ഇതെന്താ ചുണ്ടത്ത്? കുക്കുവോ? അപ്പോൾ ഇതേ ഓരോ വിപനെ കുറച്ചു നേരം ഞങ്ങളവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെയിലും ഉണ്ട്. ഇന്ന് ഫുൾ മഴയായിരിക്കും എന്ന് തോന്നുന്നു. നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ പോവാന്ന് വിചാരിച്ചിരുന്നു, നടക്കുമെന്ന് അറിയില്ല. മഴ നിന്നാ മതിയായിരുന്നു. ബേബി അവിടെ നിന്നോ. അപ്പു പൊട്ടിക്കല്ലേ, അഴ പൊട്ടിക്കല്ലേ. അമ്മൂസ് എന്തൊക്കെയോ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അച്ഛന് കൊടുക്കാനായിട്ട് ഹാപ്പി ബർത്ത്ഡേക്ക്. അതവളെ എടുക്കാനായിട്ട് പോവാണ്. ഇത്രയും വലിയ കവറിലൊക്കെ ഇട്ടിരിക്കുക. തുറക്ക്, കാണിച്ചു കൊടുക്കാം നമുക്ക്. വാവ്, നോക്കട്ടെ. അപ്പം ഇതാണ് കേട്ടോ അവൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കൊടുക്കാം.
ഇന്ന് ബർത്ത്ഡേക്ക് അച്ഛക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുത്താലോ? അച്ഛന് ബിരിയാണി ഇഷ്ടം കഴിക്കും. അപ്പൂനെന്താ ഇഷ്ടം? ചപ്പാത്തിയോ? ചപ്പാത്തി രാവിലെ അല്ലേ? ഉച്ചക്ക് എന്താ കഴിക്കുക? ഉച്ചക്ക് എന്താ കഴിക്കുക? ബിരിയാണി. എന്തായാലും ഇനി അടുക്കളയിലേക്ക് പോട്ടെ. എണീറ്റിട്ട് കുറച്ച് നേരമായെങ്കിലും അത് കൂടി ഇത് കൂടെയൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. മഴ പോയി കേട്ടോ, ചെറിയ ചാറിയിട്ടങ്ങ് പോയി. അപ്പോൾ ഇനി നമുക്ക് കാര്യപരിപാടികളിലേക്ക് കടക്കാം. ചായ ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ്. ചപ്പാത്തിയും മുട്ടക്കറി അല്ലെങ്കിൽ പരിപ്പ് കറി വെക്കാന്ന് വെച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു പാലും ഹോർലിക്സ് ഇട്ട് തരട്ടെ? വേഗം പല്ല് തേക്ക്. അപ്പൊ നമ്മള് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാലത് ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റിട്ടോ. അപ്പൊ ഇത് തിളയ്ക്കാൻ പോവാണ്. ഒരാൾക്ക് പാല് മതി പറഞ്ഞു, ഹോർലിക്സ് ഇട്ടിട്ട്. മറ്റേ ആൾക്ക് ചായ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഓറിയോടെ കിടന്ന് ഭയങ്കര ബഹളാണ് കേട്ടോ. ഒരു ബേബി അവിടെ നിന്നപ്പോ വരാം. അപ്പൊ ഇതേ പാല് തിളയ്ക്കാറായി. പാല് ഗ്ലാസ്സിലേക്ക് മാറ്റണ്ട. ചപ്പാത്തി പരിപ്പ് കറി വെക്കാന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കണത്. മുട്ടക്കറി ഇനി വയ്യ. പരിപ്പ് കറി ആകുമ്പോ പെട്ടെന്ന് ആവുമല്ലോ. നോക്കിക്കൊണ്ടിരുന്ന പാല് തിളക്കില്ല കേട്ടോ. എങ്ങാണ്ടും മാറിക്കഴിഞ്ഞാൽ അപ്പ തിളച്ച് പോയിട്ടുണ്ടാവും. അത് ഞാൻ കൊറേ നേരമായി നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. പക്ഷെ തിളച്ചിട്ട് അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ തിളച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടി നടന്നിട്ട് അത് കളയരുത് കേട്ടോ. ചായ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പിനുള്ള പാൽ ഇതേ മാറ്റിച്ചിട്ടുണ്ട്. ഇനി അത് ഹോർലിക്സ് ഇടാനുണ്ട് കേട്ടോ. ചപ്പാത്തി ഇതേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ കരിഞ്ഞ കരിഞ്ഞിട്ടൊന്നുമില്ല. ഓരോക്കെ ഭക്ഷണങ്ങളും ഒക്കെ സെറ്റാക്കി കൊടുക്കണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ വന്നപ്പോ അവന് ഭയങ്കര സ്നേഹമായിരുന്നു. എന്റെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക, കൈ നീട്ടാൻ പറഞ്ഞ കൈ നീട്ട എന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പൊ അമ്മയുടെ വീഡിയോ കണ്ടോ ഞാൻ പോവാണ്. നേരെ അവിടേക്ക് നീങ്ങട്ടെ. അപ്പൊ അതെ ചെറിയ ആള് വന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് കറിയൊന്നും ആവാനുള്ള ക്ഷമയില്ല. പിടിച്ചോ, ചപ്പാത്തി തരാം. കറി വേണ്ട അപ്പൂന്? വൈ ഒന്ന് രണ്ട് മതിയോ? ഇനി കഴിച്ചിട്ട് ബാക്കി തരേ. പാല് വേണ്ടേ? പാലമ്മ കൊണ്ടുവരാം. പൊക്കോ. പാല് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അതെ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളത്. ചിലപ്പോഴേ അവള് കുടിക്കുള്ളൂ. അവൾക്ക് ഓരോ നേരത്തെ ഓരോ ഇതാണ്. അതുകൊണ്ട് കുറച്ച് പാലാണ് എടുത്തിട്ടുള്ളൂ. ഇപ്പം അധികം ഹോർലിക്സിന്റെ സാഷ പാക്കറ്റ്സ് ആണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. കുറച്ചുകൂടി ലാഭം അതാണ് തോന്നുന്നുണ്ട് എനിക്ക്, സാഷ പാക്കറ്റ്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാലോ. ഞാൻ വലിയ ഇതൊക്കെ വാങ്ങിച്ചിട്ട് അത് കട്ടയായിട്ട് പോവാറുണ്ട് കേട്ടോ. പെട്ടെന്ന് ചില സമയത്ത് അവർ കുടിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് കട്ടയായിട്ട് പോവാറുണ്ട്. അങ്ങനെ 2 കുപ്പി വേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സാഷ പാക്കറ്റ്സ് ആണ് വാങ്ങിക്കാറുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവം? എങ്ങനെയാണ്? കട്ട പിടിച്ച് പോവാറുണ്ടോ? ഡെയിലി ഉപയോഗിക്കുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഇവിടെ ഡെയിലി അങ്ങനെ കുടിക്കാറില്ല. അവര് ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അവർ കുടിക്കൂല. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. അപ്പൊ എന്തായാലും ഇപ്പം എന്തായാലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കത് കൊടുക്കാം. ചായ. പുള്ളിക്കാരി TV കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ റൂമിലത്തെ. അപ്പൊ ഇതേ നമ്മുടെ കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷപ്പ് ആയിട്ട് വരട്ടെ. കഴിക്കുക. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. കുളി കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഹെയർ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ടാങ്കിൾസ് ഒക്കെ കളയേണ്ടതില്ലേ, ആദ്യം ഈ തലപ്പത്തുനിന്നാണ്, എന്നിട്ട് വേണം മോളിന്ന് ഇറക്കിയിട്ട് വരാൻ. അപ്പൊ മുടി അധികം ഡാമേജ് ആവില്ല, പൊട്ടിപ്പോകൊന്നുമില്ല. കഴിച്ചു കഴിഞ്ഞോ? പാല് കുടിക്കാത്തെന്താ? പാല് വേണ്ടേ? ഞാൻ ചോദിച്ചതല്ലേ അപ്പു, കുറച്ച് കുടിച്ചോക്ക്. വേണ്ടേ? അതുപോലെ തന്നെ ആയിട്ടോ, അവള് പാല് കുടിച്ചില്ല, അവൾക്ക് പാല് വേണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ വാതിലേ തുറന്നിട്ടപ്പോ തന്നെ ഈച്ച കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തുനിന്ന് കയറുന്നതാണ്. അപ്പൊ ഇതേ ഞാൻ ഈച്ചയ്ക്കുള്ള ഒരു മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതൊരു പണ്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല എഫക്റ്റീവാണ് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ ഒറ്റിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ ഇത് ഞാനിപ്പോൾ ചുക്ക് കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടത്തിൽ ചെറുതായിട്ടൊരു തൊണ്ടവേദന ഉണ്ടെന്ന് പറഞ്ഞു. ചുക്ക് കാപ്പിയാണ് വേണ്ടത്, ചായ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്തതിന് ചുക്ക് കാപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ 2 ദിവസം മുന്നേ ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പനിയൊന്നും ആയില്ല, ചെറിയൊരു ജലദോഷം പോലെയൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കാണെങ്കിലും അതെ കേട്ടോ, ജലദോഷം പോലെയൊക്കെ ഉണ്ടായിരുന്നു. മൂത്ത ആൾക്ക് ചെറിയ പനിയൊക്കെ വന്നായിരുന്നു, വലുതായിട്ട് വന്നില്ല ഭാഗ്യം കൊണ്ട്. പെട്ടെന്ന് മരുന്നൊക്കെ കൊടുത്ത കാരണം കുഴപ്പമില്ല. ഇപ്പോഴത്തെ പനിയൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. പനി പിടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞതാണ് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ കൊറോണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും നന്നായിട്ട് ശ്രദ്ധിക്കണം, പനി വരാതെ നോക്കണം. പനി വന്നാൽ കിടപ്പാവും, എന്തായാലും കിടപ്പാവും. അപ്പോൾ എന്തായാലും എല്ലാവരും സേഫായിട്ട് ഇരിക്കുക, പനിയൊന്നും വരാതെ, മഴയത്തൊന്നും അധികം ഇറങ്ങാതെ, കുട്ടികളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കൊറോണയൊക്കെ ഉള്ള കാരണം നന്നായിട്ട് എന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ചുക്ക് കാപ്പിയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഞാൻ ഉണക്കി വെച്ചതാണ് കേട്ടോ. ഇത്ര മതിയാവൂലേ, തോന വേണ്ടല്ലോ. ഇപ്പം ഞാൻ കാപ്പിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി പുറത്ത് പോയിട്ട് തുളസിയില പൊടിച്ചു തരാം. നമ്മുടെ തുളസിത്തറയിൽ തുളസി ഉണ്ട്, പക്ഷെ ഞാൻ പൊട്ടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെയും തുളസിയൊക്കെ നന്നായിട്ട് ഉണ്ടായതാണ്. അപ്പോൾ ഇവിടെ ഉണ്ട്. കുറച്ച് മതിയല്ലോ. ഞാനിപ്പോൾ 2-3 സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് തുളസി. തുളസിത്തറയിൽ മാത്രമാകുമ്പോഴേ അങ്ങോട്ട് പിടിക്കുന്നില്ല, ഇടയ്ക്ക് അത് കരിഞ്ഞൊക്കെ പോവും. തുളസി നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമാണല്ലോ, നല്ലതാണല്ലോ. പിന്നെ നമ്മുടെ വീട്ടിലില്ലെങ്കിലും കുഴപ്പമില്ല, അതെ അവിടെ നിറയെ തുളസിയാണ് കണ്ട. വീട്ടിൽ തന്നെ കഞ്ഞിക്കൂർക്കുണ്ട്, അതും കൂടി പൊട്ടിക്കും. 2 ഇല കഴിച്ചു കഴിഞ്ഞോ? ഓക്കെ, നടക്കും. പ്ലേറ്റ് സിങ്ക് കൊണ്ടിടൂ. ഓക്കെ, അതേ തുളസിയൊക്കെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. മധുരത്തിന് നേരെ നമ്മൾ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കര ഞാൻ ചീക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഏട്ടാ കാപ്പി പല്ല് തേച്ചോ പല്ലേക്ക്? അപ്പോൾ ദേ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് വറുത്തിട്ടാൽ മതി കേട്ടോ. എനിക്ക് രാവിലെ തന്നെ വിശപ്പിന്റെ അസുഖം കേട്ടോ. ഞാൻ അങ്ങനെയല്ല, പ്രസ്സിൽ പോകുമ്പോഴേ 7 മണിക്കാണ് അവിടെ ഷിഫ്റ്റ്. അപ്പം ആ സമയത്താണ് ഫുഡ് കഴിക്കുക. ഇപ്പം 8 മണി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ട്. അപ്പം എനിക്ക് കുളിക്കാനൊന്നും, കുളിച്ചിട്ട് കഴിക്കാനൊക്കെ വിചാരിച്ചു. പക്ഷെ വിശപ്പിന്റെ വിളി കാരണം ഇപ്പം തന്നെ കഴിക്കുകയാണ് കേട്ടോ. മോള് കുളിക്കാൻ പോയി, ഞാൻ എന്തായാലും കഴിക്കട്ടെ.
അപ്പോൾ ഏട്ടനും കുട്ടിയും കൂടിയിട്ട് തൈര് വാങ്ങാനായിട്ട് പോയതാണ്. നമ്മുടെ തൊട്ടടുത്തൊരു സ്കൂളിൽ ഓർഗാനിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അത് പച്ചക്കറികൾ, പഴങ്ങൾ, അങ്ങനെ എല്ലാം കൊടുന്ന് സൺഡേസിലാണ് വിൽക്കുന്നത്. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോയതാണ്. ഫ്രഷാണ് കേട്ടോ. എന്താ പൂ? തൈര്. ഇതേ നമ്മുടെ റോബോട്ട് ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് കുറച്ച് പണിയുണ്ടല്ലോ, ബിരിയാണിയും കാര്യമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ റോബോട്ടിനെയാണ് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അടിച്ചൊരുക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് സിമ്പിൾ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ബാച്ചിലേഴ്സൊക്കെ ഉണ്ടാക്കുന്ന കുക്കർ ബിരിയാണി ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈലിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അധികം എരിവൊന്നും ഇല്ലാതെ, കുട്ടികൾക്ക് വേണ്ടതാണല്ലോ. അപ്പോൾ ഇതേ ഞാൻ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതെന്നല്ല ഞാൻ ഓൺലൈൻ വഴി മേടിച്ചാണ് കേട്ടോ. ബിരിയാണിക്ക് മാത്രമായിട്ടാണേ. ഇതിപ്പോൾ ഒരു 450 ഗ്രാം ഉണ്ട്. ഓഫറിൽ എനിക്ക് 99 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത്. സോ നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കാം. ഇന്നലെ നൈറ്റ് ഉണ്ടാക്കിയ മീനാണ് കേട്ടോ, മുള്ളനാണ്. അപ്പോൾ ഞാനിത് വെറുതെ ചൂടാക്കിയതാണ്. ഇപ്പോൾ ചൂടാക്കിയിട്ടുണ്ട്. തന്നെ കുറച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ബിരിയാണിക്കുള്ള ഉള്ളി, തക്കാളി, ഇഞ്ചി, സവോള ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരുമിച്ചുള്ളത് കാരണം കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ക്ലീനിങ് പരിപാടി ഇതേ നമ്മുടെ റോബോട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് കേട്ടത് യൂസ് ചെയ്യുക, നല്ല പണിയൊക്കെ ഉള്ള സമയത്ത് നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടാക്കിയാൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ബിരിയാണി അരി, ജീരകശാലയാണ്, കൈമ റൈസ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഇന്ന് ബിരിയാണി തന്നെ ആക്കാമെന്ന് വെച്ചത് കേട്ടോ. വാങ്ങിക്കൊന്നും വേണ്ടല്ലോ, ഇരിപ്പുണ്ട് വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഇതേ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയുടെ കാര്യം മറന്നുപോയി, വീഡിയോ എടുക്കേണ്ട കാര്യം. അപ്പോൾ ഇതേ നമ്മൾ കുക്കറിൽ ചിക്കനൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. വേവിച്ചിട്ടില്ലേ, ഞാനിങ്ങനെ മസാല തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് കേട്ടോ. അപ്പോൾ ഇതിനിത് വേവിക്കാനുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ സിമ്പിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ, എന്തായാലും കൊള്ളാട്ടോ. അടുക്കി പിടിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, നമ്മുടെ ബിരിയാണി റെഡി. അപ്പോൾ ഇതേ നമ്മൾ സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉച്ചയ്ക്ക് കാണാം. ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ബിരിയാണി ആയപ്പോൾ തന്നെ ഒരാൾക്ക് ബിരിയാണി വേണം എന്നിട്ട് ഇതേ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇതേ നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് ഇപ്പോൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞു. സമയമൊന്നും ആയിട്ടില്ല, എനിക്കിപ്പോൾ വിശക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിക്കുന്നില്ല. അപ്പോൾ ഏട്ടനും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതേ ഞാൻ ബിരിയാണി എടുത്തിട്ടുണ്ട്. ഏട്ടാ ഏട്ടാ ബിരിയാണി കൊച്ചികളാണോ? അമ്മൂന് വേണ്ടപ്പോ? വേണ്ട അമ്മു? ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാൾക്കും കുറച്ചുകൊണ്ട് കഴിക്കാം. ഓക്കെ, അപ്പൊ ഇതേ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതേ ഞാനിനി കുളിക്കാനായിട്ട് പോവാണ്. അപ്പൊ സൺഡേ ആണല്ലോ, നമ്മൾ എണ്ണ തേച്ചിട്ടൊക്കെ കുളിച്ചിട്ട് കുറച്ചു നേരമൊക്കെ നിൽക്കുക. അപ്പൊ ഇതേ ഞാൻ ഈ ഒരു എണ്ണയാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പാരച്യൂട്ടിന്റെ ആണ്, റോസ്മേരിയും കോക്കനട്ട് ഓയിലും കൂടി ഇട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ കാച്ചെണ്ണ യൂസ് ചെയ്യാറില്ല. അപ്പൊ ഞാൻ
കാച്ചാനും നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ റോസ്മേരി നല്ലതാണല്ലോ നമ്മുടെ ഹെയറിന്. അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കണ. വലിയ കുഴപ്പമൊന്നുമില്ല. മുടി കൊഴിച്ചില് പണ്ടത്തേക്കാൾ എന്തായാലും ഭേദമുണ്ട്. പണ്ടൊരു കെട്ടൊക്കെ കൊഴിഞ്ഞിരുന്ന സ്ഥലത്ത് ഇപ്പൊ ഇത്ര കൊഴിയുന്നുള്ളൂ. അപ്പൊ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. എപ്പോഴും ഇങ്ങനെ എണ്ണ മാറ്റി മാറ്റി യൂസ് ചെയ്യണ്ടല്ലോ. പിന്നെ കോക്കനട്ട് ഓയിലും യൂസ് ചെയ്ത് കേട്ടോ, ഹോട്ടാക്കിയിട്ട്. അത് ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, സമയം കിട്ടുന്നത് പോലെ കേട്ടോ. പിന്നെ ഞാൻ മുടിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ എടുക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഇത് കേട്ടോ, omega-3 ഫാറ്റി ആസിഡ് ഇല്ലേ അത്. ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതും കൊണ്ട് കൂടിയിട്ടാണ് ഇപ്പൊ എന്റെ മുടി കൊഴിച്ചിൽ കുറച്ച് കുറഞ്ഞിരിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഇതും നല്ലതാണ്, നമ്മുടെ മുടിക്കും സ്കിന്നിനൊക്കെ അടിപൊളിയാണ്. നിങ്ങളും വേണമെങ്കിൽ ഇത് ഉൾപ്പെടുത്താനൊക്കെ ശ്രമിച്ചോളൂ കേട്ടോ. ഇതൊരു ബ്രാൻഡ് വോവിന്റെ ആണ്. ഇപ്പൊ എന്റെ ഇവിടെ കണ്ടോ നല്ല ഹെയർ പോയിണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഈ റോസ്മേരി ഓയിൽ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് ബേബി ഹെയർസ് ഒക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേ ഞാനും കുളിച്ച് റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏട്ടനും കുട്ടിയും കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഞാനും അമ്മുമാണ് കഴിക്കാനുള്ളത്. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോട്ടെ കേട്ടോ. അപ്പൊ അത് അവൾക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടോ. നേരത്തെ ഏട്ടൻ കുറച്ച് വാരി കൊടുത്തായിരുന്നു. അപ്പൊ നമ്മുടെ ചിക്കൻ ബിരിയാണി കഴിക്കാനായിട്ട് പോവാണ്. നമ്മളിപ്പോ ഒരു സിനിമ കാണാൻ കേട്ടോ, പഴയ ഒരു സിനിമ മേഘസന്ദേശം എന്ന് പറഞ്ഞ ഒരു സിനിമ ഇല്ലേ, ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കണ്ടതാണ് കേട്ടോ. പിന്നെ ഇപ്പൊ കാണുമ്പോ നല്ലൊരു നൊസ്റ്റാൾജിയ ഫീൽ. അപ്പൊ ദേ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ചാറ്റൽ മഴയുള്ളൂ. ഇന്ന് ഇടിവെട്ടലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല മഴയും ഇടിവെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ബർത്ത്ഡേ വ്ളോഗും അതിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ്, അപ്പൊ ഈ ഡേ ഇൻ മൈ ലൈഫ് അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ വ്ളോഗ് അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.